ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സ് രണ്ട് കൈകളും ചേർത്ത് വെച്ചിട്ട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആകുവാനും നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ നിങ്ങളിൽ നിന്ന് റിമൂവ് ആവാനും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക കേട്ടോ. എന്നിട്ട് എന്ത് വേണമെന്നറിയോ, നിങ്ങളുടെ പേഴ്സണും നിങ്ങളെപ്പോലെ തന്നെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടക്കുവാനും നെഗറ്റീവ് ചിന്തകളെ റിമൂവ് ചെയ്യാനും പ്രാർത്ഥിക്കുക. എന്നിട്ട് റീഡിങ്ങിൽ വിശ്വസിക്കുക, യൂണിവേഴ്സിൽ വിശ്വസിക്കുക. എൻ്റെ കൈകൾ നിങ്ങൾക്ക് വേണ്ടി കുറച്ച് കാർഡ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന നിർദ്ദേശങ്ങളായിരിക്കാം. അത് വിശ്വസിച്ചുകൊണ്ട് റീഡിങ് കാണാൻ ശ്രമിക്കൂ. നിങ്ങൾക്ക് നല്ലതുണ്ടാവട്ടെ. നമുക്ക് റീഡിങ്ങിലേക്ക് പോയാലോ. ഇവിടെ റീഡിങ്ങിലെ നിങ്ങൾക്ക് കുറച്ച് നാളായിട്ടുണ്ടായ നിങ്ങളുടെ ലൈഫിലുണ്ടായ കാര്യങ്ങളും ഇനി നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യമാണ് കാണിക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ പ്രണയബന്ധത്തിൽ ഏർപ്പെട്ട ആൾക്കാരാണ്. സ്നേഹം അതിൻ്റെ കൊടുമുടിയിലൊക്കെ എത്തി ഇപ്പോൾ നോ കോൺടാക്ട് സിറ്റുവേഷനിൽ നിൽക്കുന്ന ചെറിയ ചെറിയ പിണക്കങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്ന എനർജിയാണ്. എന്നാൽ നിങ്ങൾ തന്നെ സ്വയം അറിയുന്നുണ്ട് നിങ്ങൾ സോൾമേറ്റ് കണക്ഷനാണ്. എത്ര ഗ്യാപ്പ് ഇട്ടാലും എത്ര പിണങ്ങിയാലും നിങ്ങൾ ഒരുമിച്ച് തന്നെ ചേരുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. യൂണിവേഴ്സ് നിങ്ങൾക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. പല ദിവസങ്ങളിലായിട്ട് കാർഡ്സിലായിട്ട് അവരുടെ മെസ്സേജായിട്ട് കോളായിട്ടൊക്കെ നിങ്ങൾക്ക് അറിയിച്ചു തന്ന എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. എന്നാൽ സത്യസന്ധമായ പ്രണയമാണ് താനും. നിങ്ങളിലേക്ക് എത്താൻ പോകുന്ന പ്രണയം ഇന്നിപ്പോൾ മിണ്ടാതിരിക്കാവാം, എന്നാൽ നിങ്ങളിലേക്ക് എത്തുമെന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. ആ പ്രണയബന്ധം നിങ്ങളിലേക്ക് എത്തും. നിങ്ങൾ യൂണിവേഴ്സിൽ സറണ്ടറായിട്ട് നെഗറ്റീവ്സിനെയൊക്കെ റിമൂവ് ചെയ്ത് പോസിറ്റീവിനെയൊക്കെ അട്രാക്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനുള്ള ആ ഒരു അറ്റ്മോസ്ഫിയറാണ് ഇപ്പോൾ നിങ്ങൾ കാണിക്കുന്നത്. മനസ്സിലായോ? ഇപ്പോൾ യൂണിവേഴ്സ് നിങ്ങളെ ബ്ലെസ് ചെയ്യുന്നതായിട്ട് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. കാരണം നിങ്ങൾ പോസിറ്റീവ് ചിന്തകളായിട്ട് നിങ്ങളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് സെൽഫ് ലവൊക്കെ ചെയ്ത് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ആയിട്ടൊന്ന് പൊരുത്തപ്പെട്ട് വരുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ. എന്നാൽ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരുവാനായിട്ട്. അവർക്ക് എപ്പോഴും സമയമാകുമ്പോൾ അവർ തിരിച്ചു വരട്ടെ, ഞാൻ വെയിറ്റ് ചെയ്യാൻ തയ്യാറാണ് എന്ന എനർജിയാണ് തേർഡ് കാർഡ് നൈറ്റ് ഓഫ് കപ്സ് കാർഡ് കാണിക്കുന്നത്. ഇവിടെ 3 കാർഡ്സും കാണിക്കുന്നത് നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് മാസങ്ങളായിട്ടൊക്കെ ഉണ്ടായിട്ടുള്ള നിങ്ങളുടെ ലൈഫിൽ വന്ന കാര്യങ്ങളാണ്. പ്രണയം ഉണ്ടായിരുന്നു, നോ കോൺടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാം, നിങ്ങളിപ്പോൾ സെൽഫ് ലൈവ് ചെയ്യുന്ന സിറ്റുവേഷനാണ്. അവരെപ്പോൾ വരുന്നു അപ്പം ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണെന്ന ഒരു വെയിറ്റിംഗ് എനർജിയുള്ള കാർഡ്സ്. അങ്ങനെ 3 കാർഡ്സാണ് ഇപ്പോൾ നമ്മൾ നോക്കിയത്. എന്നാലേ 4ാമത്തെ കാർഡ് എന്ന് പറയുമ്പോഴേ ഒരു ഡബിൾ എനർജി കാണിക്കുന്നുണ്ട്. ഡബിൾ എനർജി എന്ന് പറയുമ്പോൾ അതൊരു പേഴ്സൺ തന്നെ ആവാം. കുറേ പേർക്ക് അതൊരു പേഴ്സണാണ്. ഫാമിലി, ഫ്രണ്ട്സ്, കൊളീഗ്സ്, അങ്ങനെ ഏതോ ഒരു പേഴ്സൺ നിങ്ങൾക്കിടയിൽ കുറച്ച് ഇടപെടൽ നടത്തിയിട്ടുണ്ടെന്ന് തന്നെയാണ് ഈ ഒരു സിറ്റുവേഷന് കാരണം. ഈ 4 കാർഡ്സും ഫസ്റ്റത്തെ 4 കാർഡ്സും കാണിക്കുന്നത് നിങ്ങളുടെ പ്രണയബന്ധത്തിൽ ഇത്രത്തോളം ഇഷ്യൂ വരാനായിട്ട് ഒരു തേർഡ് പേഴ്സൺ ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയാലോ ആരാന്ന്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിന് അറിയാം നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെയാണ് സംഭവിച്ചത്. നിങ്ങളിപ്പോഴും വെയിറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നത് തേർഡ് കാർഡിൽ നിങ്ങൾ ആ വെയിറ്റ് ചെയ്യാണ്. 4th കാർഡിൽ ഒരു ഡബിൾ എനർജി ഉണ്ട്, തേർഡ് പേഴ്സൺ ഉണ്ട്, മസ്റ്റാണ്. കുറച്ച് പേർക്കൊക്കെ അത് ലഹരിക്ക് അടിമപ്പെട്ടതായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് ഗ്യാപ്പ് വരാനായിട്ട് നിങ്ങളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണിലോ ലഹരി ഉപയോഗം ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. അത് ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടാഞ്ഞ് വന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണ് ഈ സംഭവം ഉള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ വന്നതായിരിക്കാം. മനസ്സിലായോ? ലഹരിയുടെ ഉപയോഗം. അങ്ങനെയും ഒരു തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ അങ്ങനെ വസ്തുക്കളുടെ തിങ്സ് നമുക്ക് മീൻ ചെയ്യാം. എന്നാൽ കുറേ പേർക്കൊക്കെ ഇവിടെ ഒരു പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത്. അടുത്ത കാർഡ് എന്താ അറിയോ? 10 ഓഫ് സ്വാർഡ്സ് കാർഡാണ്. എന്താ 10 ഓഫ് സ്വാർഡ്സ് കാർഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻ മറികടക്കാൻ വേണ്ടിയിട്ട് നിങ്ങളിപ്പോൾ ഹീലായിക്കൊണ്ടിരിക്കുകയാണ്, സ്വയം ഹീലായിക്കൊണ്ടിരിക്കുകയാണ്. കുറേ പേരൊക്കെ ടെമ്പിള്, ചർച്ച് അങ്ങനെയൊക്കെ പോയി നിങ്ങൾ സ്വയം ഹീലാവുന്ന എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. മെഡിറ്റേഷനൊക്കെ ആയിട്ട് ഇങ്ങനെ എന്താ പറയുക, കുറച്ചൊക്കെ പേഴ്സൺസിൻ്റെ മനസ്സ് ഭയങ്കരമായിട്ട് വേദനിച്ചിരിക്കുന്ന അവസ്ഥയായിട്ട് കാണിക്കുന്നത്. ഒന്നിലൊന്നും ശ്രദ്ധിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ഇതുവരെ, ഹീലാവുന്നത് വരെ കേട്ടോ. ഹീലായി തുടങ്ങിയപ്പോൾ നിങ്ങളിലേക്ക് പുതിയ പുതിയ കാര്യങ്ങളൊക്കെ വന്നു എന്നാണ് അടുത്ത കാർഡ് കാണിക്കുന്നത്. ഏസ് ഓഫ് വാൺസ് കാർഡ് കാണിക്കുന്നത്.
എന്താ ഏസ് ഓഫ് വാട്സ് കാർഡ് കാണിക്കുന്നതെന്നറിയോ? പുതിയ പുതിയ ചിന്തകൾ നിങ്ങളിലേക്ക് വന്നു. ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. ബുദ്ധിപരമായ കുറേ നീക്കങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു തുടങ്ങി. ബിസിനസ് ആയിരിക്കാം, അല്ലെങ്കിൽ പുതുതായിട്ട് എക്സാംസ് പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ കരിയർ പുതുതായിട്ട് തുടങ്ങാനായിട്ട് വേറെ എന്തെങ്കിലും ജോബ് ഓപ്പർച്യൂണിറ്റീസ് വന്നതായിരിക്കാം. നിങ്ങളിലേക്ക് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം, നിങ്ങൾ ഹീലായി തുടങ്ങിയപ്പോൾ വെയിറ്റിംഗ് എനർജി ഉണ്ട്, നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. എങ്കിലും നിങ്ങളുടെ കരിയറിനെ നിങ്ങൾ ഇത്തിരി കൂടി മോൾഡ് ചെയ്യാൻ ചിന്തിക്കുന്നുണ്ട്. എങ്ങനെ ഫ്യൂച്ചറിലേക്ക് ബെറ്റർ ആവാം, എങ്ങനെയാണ് എനിക്ക് എൻ്റെ കരിയർ തന്നെ ബിൽഡ് ചെയ്ത് ഒരു നല്ല പൊസിഷനിൽ എനിക്ക് എത്താൻ പറ്റുക, ലൈഫ് സേഫ് ആക്കാൻ പറ്റാം. ഞാൻ കുറച്ചൊക്കെ എൻ്റെ ലൈഫിൽ ഇത്രത്തോളം ഇഷ്യൂസ് നടന്നു, എന്നാൽ ഇനി അങ്ങോട്ട് എനിക്ക് എൻ്റെ ഫ്യൂച്ചറിനെ ബെറ്റർ ആക്കണമെന്ന് ചിന്തിക്കുന്ന എനർജി തന്നെയാണ് ഏസ് ഓഫ് വാൻസ് കാർഡ്. നമ്മൾ നന്നായി ചിന്തിച്ചു കൂട്ടുന്ന ഒരു സിറ്റുവേഷനാണ് കാണിക്കുന്നത്. എല്ലാ ഐഡിയാസ് കൊണ്ടുവരുന്ന ഒരു സിറ്റുവേഷനാണ് കാണിക്കുന്നത്. നല്ല ബുദ്ധിപരമായ നീക്കം തന്നെയാണ് അവിടെ കാണിക്കുന്നത്. അവർ വരുമ്പോൾ വരട്ടെ. എന്തെങ്കിലും എൻ്റെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഞാൻ പോസിറ്റീവായിട്ടാണ് ഇനി എടുക്കേണ്ടത്. ഇനി എനിക്ക് നല്ലത് സംഭവിക്കുമെന്ന് നിങ്ങൾ തന്നെ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ആരോ പറയുന്നത് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിനെ 8 ഓഫ് പെൻഡക്കിളാണ് അടുത്ത കാർഡ് കിട്ടിയിരിക്കുന്നത്. എന്താ 8 ഓഫ് പെൻഡക്കിൾ കാർഡ് എന്ന് പറയുമ്പോഴേ പുതിയ തുടക്കം തന്നെയാണ്, പുതിയ കരിയർ തന്നെയാണ്. എക്സാംസ് എഴുതുന്ന വ്യക്തികളെ കാണിക്കുന്നുണ്ട്. എബ്രോഡ് പോകാനായിരിക്കാം, അല്ലെങ്കിൽ നാട്ടിൽ തന്നെ പുതിയ എക്സാംസൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന അവർക്ക് അടുത്ത് തന്നെയാണ് എക്സാം, അതിനുവേണ്ടി ഫോക്കസ് ചെയ്യുന്ന പേഴ്സൺസിനെ കാണിക്കുന്നുണ്ട്. പുതിയ കരിയർ ചൂസ് ചെയ്യുന്ന ആൾക്കാരെ കാണിക്കുന്നുണ്ട്. ബിസിനസ്, അങ്ങനെ എന്താ പറയുക, പുതിയത് നിങ്ങൾക്ക് ആരാവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു ആ ആഗ്രഹത്തിലേക്കുള്ള ഒരു തയ്യാറെടുപ്പ് നടക്കുന്നു എന്നാണ് ഇവിടെ കാണിക്കുന്നത്. തയ്യാറെടുപ്പ് തന്നെയാണ് കാണിക്കുന്നത്. നല്ല പോലെ ചിന്തിച്ചിട്ട് നിങ്ങളുടെ കരിയർ എങ്ങനെ ഫ്യൂച്ചറിലേക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാമെന്ന് ചിന്തിച്ചിട്ട് നിങ്ങൾ നല്ല ബുദ്ധിപരമായി ചിന്തിക്കുന്ന, പ്രവർത്തിക്കുന്ന, എനർജറ്റിക് ആയിട്ടുള്ളൊരു പേഴ്സണെയാണ് ഇവിടെ കാണിക്കുന്നത്. നല്ലപോലെ അതിനെ എങ്ങനെ കൊണ്ടുവരുന്ന ഒരു കാൽക്കുലേഷനിലൂടെ പോകുന്ന ഒരു പേഴ്സണായിട്ട് ഇവിടെ കാണിക്കുന്നത്. വരും ദിവസങ്ങളിൽ കുറച്ച് പേർക്കൊക്കെ എക്സാംസ് കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യാൻ പോകുന്ന എനർജീസ് കാണിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പേർക്കൊക്കെ ഇവിടെ നിങ്ങൾ നാളെ എന്നൊരു ദിവസത്തിൽ, നാളെ എന്ന് പറയുമ്പോൾ അടുത്ത് വരുന്ന കുറച്ച് ദിവസങ്ങളായിരിക്കാം, പ്രോപ്പറായിട്ട് നാളെ എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് എന്തോ ഒരു കാര്യം സംഭവിക്കാൻ പോകുന്നുണ്ട് നിങ്ങളുടെ കരിയറിൽ. യൂണിവേഴ്സിന് അതിനുള്ള ബ്ലെസ്സിങ്സ് തരുന്നുണ്ട്. ഒരു മാജിക്കാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. മനസ്സിലായോ? ഒരു മാജിക് ഇവിടെ സംഭവിക്കാൻ പോവാണ്. നിങ്ങൾ യൂണിവേഴ്സിലെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് എപ്പോൾ അട്രാക്റ്റ് ആയി തുടങ്ങിയോ അപ്പോൾ മുതൽ നിങ്ങളുടെ കരിയറിലേക്കും നിങ്ങൾ ഇപ്പോഴത്തെ സിറ്റുവേഷൻ മാറാൻ പോകുന്നു എന്നാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾ ഹീലാവുന്നു. ഇതുവരയ്ക്കും നിങ്ങളുടെ ഒരു പാസ്റ്റ് എന്ന് പറയാം, ഇന്നലെ വരെ ഉണ്ടായ സംഭവം എന്ന് പറയാം, പ്രണയം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് നിങ്ങൾ പോസിറ്റീവ് കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചു. പോസിറ്റീവിനെയൊക്കെ അട്രാക്റ്റ് ചെയ്ത് നെഗറ്റീവിനെയൊക്കെ റിമൂവ് ചെയ്തു. നിങ്ങളുടെ പേഴ്സൺ എപ്പോൾ വരുന്നു അതുവരേക്കും വെയിറ്റ് ചെയ്യാൻ തയ്യാറാണെന്ന് നിലപാട് വന്നു. എന്നാൽ ഇതിനൊക്കെ കാരണം ഒരു ഡബിൾ എനർജിയാണ്, ഒരു പേഴ്സൺ ഉണ്ട്, അല്ലെങ്കിൽ ലഹരി, ഇതൊക്കെ ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അതിൽ നിന്നൊരു ഉണർവാണ് നിങ്ങൾക്ക് ലഭിച്ചത്. ഹീലിംഗ് ആണ് അത്. നിങ്ങളിപ്പോൾ കുറേ മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നുണ്ടാവാം. ഇപ്പോൾ വീഡിയോസ് ഓരോന്ന് കണ്ടിട്ട്, ഇങ്ങനത്തെ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് സ്വയം തോന്നിയിട്ട് നിങ്ങൾ യൂണിവേഴ്സിൽ കൂടുതൽ സറണ്ടർ ആയിട്ടുണ്ടാവാം. അവിടെ നിന്ന് നിങ്ങൾക്കൊരു ഉണർവ് കിട്ടിയിട്ടുണ്ടാവാം. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്തിട്ടുണ്ടാവാം. അതാണ് അടുത്ത കാർഡ് പറഞ്ഞില്ലേ, ഏസ് ഓഫ് വാൻസ് കാർഡ്. അതെന്ന് പറയുമ്പോൾ ബുദ്ധിപരമായ നീക്കങ്ങൾ തന്നെയാണ്. അത്രത്തോളം തിങ്ക് ചെയ്തിട്ട് തന്നെയാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത്, കരിയറാണ് ഫോക്കസ് ചെയ്യുന്നത്. അത് അത്രമേൽ നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യത്തിലേക്ക് എത്താൻ പോകുന്നു എന്ന് തന്നെയാണ് മാജിഷ്യൻ കാർഡ് കാണിക്കുന്നത്. അവിടെ ഒരു മിറാക്കിൾ തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. പ്രാർത്ഥിച്ച കാര്യം, ഇൻ്റർവ്യൂ ആണെങ്കിലും എക്സാം ആണെങ്കിലും പുതിയ പുതിയ ബിസിനസ് ഐഡിയാസ് ആണെങ്കിലും കരിയറിൽ പുതിയ ഒത്തിരി കൂടി നല്ല പൊസിഷനിലാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അത് എല്ലാം ഒരു മാജിക് പവർ പോലെ നിങ്ങളിലേക്ക് വരുന്നു.
യൂണിവേഴ്സിനെ പ്രാർത്ഥിക്കുന്നവർക്ക് യൂണിവേഴ്സ് എല്ലാം കൊണ്ടു തരുന്നു എന്നാണ് ഇവിടെ കാണിക്കുന്നത്. മാജിക് തന്നെയാണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത്, വരും ദിവസങ്ങളിൽ സംഭവിക്കാൻ പോകുന്നത്. ബോട്ടം ഓഫ് ദി ഡെക്ക് സൺ കാർഡാണ്. അത് എപ്പോഴും പറയുന്നത് പോലെ സൺ കാർഡ് എന്താണ്? നിങ്ങളിലേക്ക് സന്തോഷം കൊണ്ടുവരുന്നു. നിങ്ങൾ അത്രമേൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം സഫലമാകാൻ പോകുന്നു എന്ന് തന്നെയാണ് കാണാൻ പോകുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെ വരും. ചിലവർക്ക് ഇവിടെ തേർഡ് പാർട്ടി സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്, മനസ്സിലായോ? അത് നിങ്ങൾ തന്നെ വിലയിരുത്തണം ആരാണ് എന്താണെന്നുള്ളത്. എന്നാൽ നിങ്ങൾ ഇപ്പം നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്താണെന്നറിയോ? ഇപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങളുടെ കരിയറാണ്. അപ്പം നിങ്ങൾക്ക് സന്തോഷം വരുന്നു, ഇരട്ടി മധുരമായിരിക്കും വരാൻ പോകുന്നത്. നിങ്ങളുടെ എനർജിയാണ് ഞാൻ പറയുന്നത് കേട്ടോ. സ്നേഹം അതിൻ്റെ ഒരു ഭാഗത്തുണ്ട്, അതിന് വെയിറ്റ് ചെയ്യുന്നു. തേർഡ് പാർട്ടി ഉണ്ട്. നിങ്ങൾ ഹീലാവുന്നു. നിങ്ങളുടെ പുതിയ ചിന്തകൾ നിങ്ങൾ കുറേ കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ആ കാര്യങ്ങളിലേക്ക് നിങ്ങൾ അടുക്കുന്നു. മാജിക് സംഭവിക്കുന്നു. നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. സൺ കാർഡാണ് കാണിക്കുന്നത്, മനസ്സിലായോ? ഇതിനേക്കാളും കൂടുതൽ നമുക്ക് പറയാനില്ല. കാരണം ഇതുവരയ്ക്കും പറഞ്ഞ കാര്യങ്ങൾ ഇത്രയൊക്കെ തന്നെയാണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ളത് എന്ന് ഒരു ബ്രീഫായിട്ടുള്ളൊരു ഷോർട്ട് വീഡിയോ ആണ് ഞാനിപ്പോൾ ചെയ്യുന്നത്, മനസ്സിലായോ? കൂടുതൽ ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ടേ കുറച്ച് കാർഡ്സ് എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ, നമ്പേഴ്സ്. അത് നിങ്ങളുടെ ഏജ് ആവാം, നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് ആവാം, നിങ്ങളുടെ പേഴ്സൺ പേരോ നിങ്ങളുടെ പേരോ അതിൻ്റെയൊക്കെ ഫസ്റ്റ് ലെറ്റർ ആവാം കേട്ടോ. അപ്പോൾ നമുക്കത് നോക്കാം. എടുത്തു വെച്ച നമ്പേഴ്സും നെയിമിൻ്റെ ഫസ്റ്റ് ലെറ്ററൊക്കെ നമുക്ക് നോക്കാം. ഇവിടെ ഫസ്റ്റ് കിട്ടിയിരിക്കുന്നത് ഒരു 33 എന്നൊരു നമ്പറാണ്. ഏജ് ആവാം. 30 എന്ന് പറഞ്ഞൊരു ഡേറ്റ് ഉണ്ട്, അത് ബർത്ത് ഡേറ്റ്, അതിൻ്റെ ഡേറ്റ് ആയിരിക്കാം. I5 19 U M 7 16 18 D 15 A R V B J 20 39 F T L 40 ഏജ് ആയിരിക്കാം. S K 6 21 P. ഇത്രയും കാർഡ്സാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡ് ആവാണ്, റെസിനേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ മാത്രം സ്വീകരിച്ചാൽ മതി കേട്ടോ. ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒരു ബ്രീഫായിട്ട് അല്ലെങ്കിൽ ഷോർട്ടായിട്ട് നിങ്ങളെക്കുറിച്ച് പറഞ്ഞ കാര്യമാണ്. യൂണിവേഴ്സ് എനിക്ക് കാണിച്ചു തന്ന കാർഡ്സാണ്. ഇത് വളരെ നിങ്ങൾക്ക് വ്യക്തമായ കാര്യമാണ്. ഇത് വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് സന്തോഷം തന്നെയാണ് വരും ദിവസങ്ങളിൽ വരാൻ പോകുന്നത്. നിങ്ങളുടെ ലൈഫിൽ ഒരു മാജിക് സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇനി എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് ഈ ഷോർട്ട് റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസായിട്ട് നിങ്ങളിലേക്ക് ഞാൻ വരും. അതിനു മുന്നേ ഈ റീഡിംഗ് ഉണ്ടല്ലോ, ഇത് ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്നു അപ്പോൾ മുതൽ നിങ്ങളിലേക്ക് അത് വാല്യൂഡ് ആയിട്ട് വരും കേട്ടോ. നിങ്ങളുടെ സ്വന്തം നീംസ്.